ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. ഇന്ന് വീഡിയോയുടെ 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണ് 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സന്തോഷമുണ്ട്. അതോടൊപ്പം 100ാമത്തെ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് 9ാം ക്ലാസ്സിലെ ന്യൂ ബുക്കിലെ പുതിയ ബുക്കാണല്ലോ 9ാം ക്ലാസ്സിൻ്റെ, അതിൻ്റെ സംസ്കൃത ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ട്. അപ്പോൾ പരീക്ഷയാണ്, നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ്. അപ്പോൾ ആ മോഡൽ നോക്കി നന്നായിട്ട് പഠിക്കുക. പുതിയ ബുക്കായതുകൊണ്ട് പലർക്കും ക്വസ്റ്റ്യനുകൾ അറിയില്ല, എങ്ങനെയാണ് വരികയെന്നൊന്നും. അപ്പോൾ ടീച്ചർ അതിനു വേണ്ടിയിട്ട് 100ാമത്തെ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ ടീച്ചർ ഇന്ന് 9ാം ക്ലാസ്സിലെ സംസ്കൃത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ന്യൂ ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക, 100% വിജയം ഉറപ്പുവരുത്തുക. പുതിയ ബുക്കാണെന്ന് കരുതിയിട്ട് ആരും പേടിക്കേണ്ട, സിമ്പിളാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ വായിക്കാം, ടീച്ചറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇത് കാണിക്കും. അപ്പോൾ ടീച്ചർ വായിച്ചത് അർത്ഥം പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ് 9 സാൻസ്ക്രിറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ മോഡൽ വരുന്നത് നിങ്ങൾക്ക് അധോദത്തേഷു ചതുർണാം ഉത്തരാണി കോഷ്ടകാത് നിർദ്ധാര്യ ലിഖത എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. അവിടെ 5 ചോദ്യം കൊടുത്തിട്ടുണ്ടാവും. അതിൽ 4 നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി എന്നാണ് അവിടെ പറയുന്നത്. കഹ പ്രവാദിഹി, ആദ്യത്തെ ക്വസ്റ്റ്യൻ കഹ പ്രവാദിഹി, ആരാണ് വീശുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ച പാഠഭാഗമാണ് അല്ലെ. 1ാമത്തെ പാഠഭാഗത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ ബ്രാക്കറ്റിൽ അവിടെ കോഷ്ടകാത് നിർദ്ധാര്യ അല്ലെ, ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ നോക്കൂ, വൃക്ഷഃ പവനഃ ഗദ്യോതഃ. അപ്പോൾ വൃക്ഷഃ പവനഃ ഗദ്യോതഃ. ഉത്തരം ഏതാണ്? പവനഃ എന്നാണ് അതിന്റെ ഉത്തരം. ഇനി ഭൃഗുഃ ഭരദ്വാജ സംവാദഃ കസ്മിൻ ഗ്രന്ഥേ അന്തർഭവതി. ഭൃഗുവും ഭരദ്വാജ സംവാദം, ഭരദ്വാജനും തമ്മിലുള്ള സംഭാഷണം കസ്മിൻ ഗ്രന്ഥേ അന്തർഭവതി, ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പുരാണേ രാമായണേ മഹാഭാരതേ. അതും നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്, അത് മഹാഭാരതേ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, ആരോഗ്യ സംരക്ഷണായ കീദൃശം ഭോജനം ആവശ്യകം. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എപ്രകാരത്തിലുള്ള ഭക്ഷണമാണ് നമുക്ക് ആവശ്യകം? ഏതാണ്? രുചികരം, ഹിതകരം, സന്തോഷകരം. അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതില് ഹിതകരമാണ് ശരിയായ ഉത്തരം. ഇനി 4ാമത്തെ നോക്കാം. ഗദ്യപദ്യമയം കാവ്യം കിം. അതും പഠിച്ചിട്ടുള്ളതാണ്. നാടകം, ചമ്പു, കഥ, കവിത. ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിലേതാണ്? ചമ്പു ആണ് ഗദ്യപദ്യമയം കാവ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി 4 എഴുതുണ്ടോ, പക്ഷെ 5 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ തരുന്നുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കാം. ഭഞ്ജയന്തു ഇത്യത്ര കഹ ലകാരഹ. അവിടെ ഭഞ്ജയന്തു എന്നുള്ള ഇത്യത്ര ലകാരഹ ദു എന്നാണ് വരുന്നത്. ദു നമ്മള് ലകാരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലട്ട് ലകാരത്തില് അവസാനത്തില് തീ എന്നാണ് വരിക. ഗായതി, ലിഖതി, പഠതി എന്നൊക്കെയാണ് വരിക. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലങ് പഠിച്ചിട്ടുണ്ട്. ലങ്ങില് ആദ്യം ആയും അവസാനത്തില് തീ ആണ്, ത് എന്നാണ് ചേർക്കുന്നത്. അപ്പൊ എങ്ങനെയാ? പഠതിയുടെ ലങ് എങ്ങനെയാണ്? അപഠത് അല്ലെ. അതുപോലെ ലിഖതിയുടെ ലങ് എങ്ങനെയാണ്? അലിഖത്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതറിയാം. ഇവിടെ തു ആണ് വന്നിരിക്കുന്നത്. തു എന്ന് പറഞ്ഞാൽ ലോട്ടാണ്. ലോട്ട് ലകാരമാണ് തു എന്ന് അവസാനിക്കുന്നത്. പഠതു, ലിഖതു, ഹസതു. അപ്പൊ ഇവിടെ അതുപോലെ ഭഞ്ജയന്തു.
അപ്പൊ ഏതാണ് ലകാരം? ലോട്ട് ലകാരമാണ്. അപ്പൊ ലകാരങ്ങളെ കുറിച്ച് അറിയണം. ലകാരങ്ങളെ കുറിച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തത് വരുന്നത് യഥോചിതം യോജയത. യഥോചിതം യോജയത അറിയാലേ? മാച്ച് ദ ഫോളോവിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 4 എണ്ണാണ് കൊടുത്തിരിക്കുന്നത്. ഗദ്യോദതഃ രോഗഃ, പരിതഃ ചമ്പു, വ്യാധിഹി ദ്വിതീയ, കാവ്യം സൂര്യഃ. അതിൽ ശരിയായതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഗദ്യോദതഃ, ഗദ്യോദതഃ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യഃ. പരിതഃ, പരിതഃ എന്ന് പറഞ്ഞാല് അവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് അർത്ഥമല്ല, അതിൽ കൊടുത്തിരിക്കുന്നത് ദ്വിതീയ കൊടുത്തിട്ടുണ്ട്. ദ്വിതീയ ആണ് അല്ലെ? ദ്വിതീയ സബ്ജക്റ്റ് വരുമ്പോഴാണ് നമ്മൾ പരിതഃ എന്നുള്ളത് ചേർക്കുക. ഇനി മൂന്നാമത്തത് വ്യാധിഹി. വ്യാധിഹി എന്ന് പറഞ്ഞാല് രോഗഃ. കാവ്യം, കാവ്യം എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ചമ്പു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മാച്ച് ദ ഫോളോവിങ്ങില് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തത് ഉദാഹരണാനുസാരം ലിഖിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പദച്ഛേദമാണ്. പദച്ഛേദം നിങ്ങൾക്ക് കുറെ പഠിക്കാനുണ്ട് അല്ലെ? എല്ലാ പാഠഭാഗത്തും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോ അത് നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിള് അവിടെ തരും. ആ എക്സാമ്പിൾ നോക്കിയിട്ട് അതുപോലെ അടുത്ത് തരുന്ന ആ വാക്ക് നമ്മള് പദം ഛേദിച്ചാൽ മതി, പദച്ഛേദം ചെയ്താൽ മതി. അപ്പൊ നമുക്കിവിടെ മൂന്നാമത്തത് കൊടുത്തിരിക്കുന്നത്, ഉദാഹരണം കൊടുത്തിരിക്കുന്നത് സുസ്ഥിതിഹി അധികം ഏവം എന്നാണ് തന്നിരിക്കുന്നത്. സുസ്ഥിതിരേവം, അതാണ് അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട് പരിസ്ഥിതിരേവം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പദച്ഛേദമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോ സുസ്ഥിതി പ്ലസ് ഏവം എന്നതുപോലെ പരിസ്ഥിതിരേവം എങ്ങനെ എഴുതും? പരിസ്ഥിതി അധികം ഏവം എന്ന് എഴുതാം. അപ്പൊ ആ എക്സാമ്പിൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. അപ്പൊ അതുകൊണ്ട് പദച്ഛേദങ്ങള് കാണാതെ പഠിച്ച് നിങ്ങൾ സമയം കളയണ്ട. ഇങ്ങനെയാണ് നമുക്ക് ഉദാഹരണ സഹിതമാണ് തരുന്നത് കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെ നോക്കാം. വിഗ്രഹം ലിഖിത. അതൊക്കെ ഓരോന്നേ വരുള്ളൂ കേട്ടോ. ഈ വിഗ്രഹവും അതുപോലെ തന്നെ ഉദാഹരണം ഒക്കെ ഓരോന്നേ വരുള്ളൂ. വിഗ്രഹം ലിഖിത. വിഗ്രഹം അതുപോലെ തന്നെയാണ്, എക്സാമ്പിൾ കൊടുക്കും. സമാഹ ദോഷഃ യസ്യ ദോഷഃ യസ്യ സഹ സമദോഷഃ. അതുപോലെ സമാഗ്നിഹി എഴുതാനാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്? സമാഹ അഗ്നിഹി യസ്യ സഹ സമാഗ്നിഹി എന്നാണ്. അങ്ങനെയാണ് നമ്മൾ വിഗ്രഹവാക്യം. അപ്പൊ വിഗ്രഹവാക്യങ്ങളും നിങ്ങൾ അധികം പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾ സഹിതം തരുന്നുണ്ട് കേട്ടോ. ഇനി സംബോധന രൂപം ചിത്വ ലിഖിത. സംബോധന എഴുതുക. എന്താണ് സംബോധന? ഒരാളെ സംബോധന ചെയ്യുക അല്ലെ? അല്ലയോ രാമ, ഹേ രാമ, ഹേ ലത, അങ്ങനെയൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഏത്? സംബോധന പ്രഥമ എന്ന് വെച്ചാല്. അപ്പൊ ഇവിടെ എപ്പോഴും ഹേ എന്ന് ഉപയോഗിക്കണം എന്നില്ല. ചിലയിടത്ത് ഭോ എന്നൊക്കെ ചോദിക്കും, ഭോ രാമ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അവിടെ അതിന്റെ ഒക്കെ അർത്ഥം വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോ ഇവിടെ നോക്കൂ, ഭോ ജന, പിന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, ഒരു ആശ്ചര്യ ചിഹ്നം അവിടെ ഉണ്ട്. ഭോജനം ദേഹി ദേഹി, അങ്ങനെയാണ് അവിടെ ഒരു സെന്റൻസ് തന്നിരിക്കുന്നത് നമുക്ക്. ഭോജനം ദേഹി ദേഹി, അല്ലയോ ജനങ്ങളെ ഭോജനം തന്നാലും തന്നാലും എന്ന, ഭക്ഷണം തന്നാലും തന്നാലും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതില് സംബോധന രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഭോജന, അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, അത് നമ്മൾ ഇടാൻ മറക്കരുത്, അത് ഇടണം. ഇനി അടുത്തത് ആറാമത്തെയാണ് ഗദ്യക്രമം പൂരയത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ ഒരു ശ്ലോകം തരും. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പദ്യഭാഗങ്ങളിൽ നിന്നുള്ള ശ്ലോകം തന്നെയാണ് അവിടെ തരുന്നത്. അതിന് ശേഷം അതിന്റെ താഴെ അന്വയം തരും. അന്വയത്തിന്റെ ഇടയിലായിട്ട് നിങ്ങൾ പൂരിപ്പിക്കണം, ഇടയിലായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നിങ്ങൾ അന്വയവും പദ്യം പഠിക്കുമ്പോ അന്വയവും മനസ്സിലാക്കി പഠിച്ച് പോവാ. അപ്പൊ നോക്കാം, ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഗദ്യക്രമത്തിൽ ചോദിച്ചിരിക്കുന്നത് വ്യായാമം കുർവതോ നിത്യം വിരുദ്ധം അഭിഭോജനം വിദഗ്ധം അതിവിദഗ്ധം വാ നിർദോഷം പരിവച്ചതേ എന്നാണ് ശ്ലോകം. ആ ശ്ലോകം നമുക്ക് അറിയണത് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണത്. അതില് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നു നിത്യം ഡാഷ് കുർവതഃ വിരുദ്ധമഭി ഡാഷ്
വിദഗ്ധം ഡാഷ് വാ ഡാഷ് പരിവജ്യതേ. അങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്തായിരിക്കും? നിത്യം, പിന്നെ വ്യായാമം, പിന്നെ കുർവതഃ വിരുദ്ധമഭി അവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡാഷ് ഇട്ടിട്ടുണ്ട് അവിടെ ഭോജനം, വിദഗ്ധം അത് കഴിഞ്ഞിട്ട് പൂരിപ്പിക്കണം, അവിദഗ്ധം വാ നിർദോഷം പരിവജ്യതേ എന്നാണ്. അങ്ങനെയാണ് നമ്മുടെ അവിടെ. അപ്പൊ എന്തായാലും അന്വയഭാഗങ്ങളും പാഠഭാഗത്തോടൊപ്പം പദ്യഭാഗത്തോടൊപ്പം പഠിച്ചു പോകണം. അന്വയം എന്തായാലും ഉറപ്പായിട്ടും വരും. ഇനി ഏഴാമത്തതാണ് നമുക്ക് നോക്കേണ്ടത്. ഏഴാമത്തെ അതോ ദത്തവാക്യാത് ത്വാന്ത ലബന്ധ പദം ചിത്വ ലിഖിത. ത്വാന്ത ലബന്ധ പദങ്ങള് എടുത്തെഴുതാനാണ് പറയുന്നത്. അവിടെ രാമഃ മന്ദിരം ഗത്വ ഈശ്വരം വീക്ഷ്യ പ്രാർത്ഥയതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ത്വാന്തപ്രത്യയം. ത്വാന്തപ്രത്യയം എന്ന് പറഞ്ഞാൽ ത്വാ വരുന്ന അല്ലെ, ത്വാ വരുന്ന വാക്കുകളാണ് ത്വാന്തപ്രത്യയം. അപ്പോ രാമഃ മന്ദിരം ഗത്വ, ഗത്വ എന്നുള്ളതാണ് അവിടെ ത്വാന്തപ്രത്യയം. ഈശ്വരം വീക്ഷ്യ പ്രാർത്ഥയതി. അവിടെ ലബന്ധം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ലബന്ധം എന്താണ്? ലബന്ധത്തിന്റെ അവസാനത്തില് യാ വരും അല്ലെ. അപ്പോ ത്യാ എന്നായാലും ഷ്യ എന്നായാലും യാ ആണ് അവസാനത്തിൽ വരിക. അപ്പൊ അവിടെ ഈശ്വരം വീക്ഷ്യ, വീക്ഷ്യ എന്നുള്ളതാണ് അവിടെ ലബന്ധ പദമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അത് എടുത്ത് എഴുത വേണ്ടു കേട്ടോ. ത്വാന്തം ഗത്വ ലബന്ധം വീക്ഷ്യ എന്നുള്ളതാണ് ആ സെന്റൻസിൽ നിന്ന് എടുത്ത് നമ്മൾ എഴുതേണ്ടത്. ഇനി എട്ടാമത്തെ നോക്കാം. ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയത. ഉദാഹരണം നോക്കിയിട്ട് നിങ്ങളോട് വാക്യം മാറ്റി എഴുതാനാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉള്ളത് തന്നെയാണ് അവർ പരീക്ഷയ്ക്ക് ഇടുന്നത്. വിദ്യാലയസ്യ പരിതഃ ഉദ്യാനം അസ്തി. വിദ്യാലയസ്യ പരിതഃ ഉദ്യാനം അസ്തി. വിദ്യാലയം പരിതഃ ഉദ്യാനം അസ്തി. അവിടെ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലായി വിദ്യാലയസ്യ പരിതഃ. നേരത്തെ പറഞ്ഞു പരിതഃ എന്നുള്ളത് ദ്വിതീയയിലാണ് നമ്മൾ ഉപയോഗിക്കുക, ദ്വിതീയ വിഭക്തിയിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ വിദ്യാലയസ്യ പരിതഃ എന്നാ പറഞ്ഞിരിക്കുന്നത്. വിദ്യാലയസ്യ പരിതഃ എന്ന് പറഞ്ഞാല് അവിടെ ഷഷ്ടിയാണ്, ഷഷ്ടി വിഭക്തിയാണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, കർത്താവായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വിദ്യാലയസ്യ എന്നുള്ളത് മാറ്റി രണ്ടാമത് വന്നിരിക്കുന്നത് പരിതയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ ഷഷ്ടിയല്ല ഉപയോഗിക്കേണ്ടത്, അവിടെ ദ്വിതീയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉത്തരം പറയാ? വിദ്യാലയസ്യ പരിതഃ എന്ന് കണ്ടതുകൊണ്ട് വിദ്യാലയസ്യ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ വിദ്യാലയം, വിദ്യാലയം പരിതഃ ഉദ്യാനം അസ്തി എന്നാണ് അവിടെ ഉത്തരം കൊടുത്തത്. അതുപോലെ അടുത്തു തന്നിരിക്കുന്ന ഒരു സെന്റൻസ് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളോട് ഉദാഹരണസാരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മോദകസ്യ പരിതഃ പിപീലികാ സന്ധി. എങ്ങനെ മാറ്റി എഴുതും? മോദകസ്യ എന്നുള്ളത് മോദകം എന്നായി, പരിതഃ പിപീലികാ സന്ധി. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒമ്പതാമത്തെ സമാനാർത്ഥക പദം ലിഖിത. സമാനാർത്ഥക പദം എന്താണ്? സമാനാർത്ഥക പദം തുല്യ അർത്ഥം വരുന്നത്. അർത്ഥം എഴുതാനാണ് ശരിക്കും പറയുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലായ? സമാനാർത്ഥക പദം ലിഖിത. അവിടെ കുറച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സമാനാർത്ഥക പദം എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. 1 പല്ലവം, 2 ഉപവനം, 3 പർവതഃ. അപ്പൊ അതില് പല്ലവം എന്നുള്ളതിന്റെ സമാനാർത്ഥക പദം എന്താണ്? കിസലയം. രണ്ടാമത്തത് ഉപവനം. ഉപവനം എന്നതിന്റെ സമാനാർത്ഥക പദം എന്താണ്? പഠിച്ചിട്ടുള്ളതാണ് നമ്മള്. ആരാമഃ. പർവതഃ, പർവതഃ അജലഃ എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങളത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. അപ്പൊ അഥവാ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അർത്ഥവും പഠിച്ച് പോണം കേട്ടോ. അർത്ഥ സമാനാർത്ഥക പദങ്ങള് എന്തായാലും എല്ലാ പാഠഭാഗത്തുനിന്നും വരും. ഇനി 10ാമത്തെ പട്ടിക പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ അവിടെ പൂരിപ്പിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ആ ടേബിളിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാല് ലട്ട് തന്നിട്ടുണ്ട്, ലങ് തന്നിട്ടുണ്ട്, ലോട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനെയുള്ള 3 ടേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതില് ലട്ടില് കൊടുത്തിരിക്കുന്നത് വസതി എന്ന് കൊടുത്തിട്ടുണ്ട്, ലങ്ങില് അവസത് എന്ന് കൊടുത്തിട്ടുണ്ട്, ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ നമ്മളത് പൂരിപ്പിക്കണം. അതുപോലെ രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് ക്രീഡതി. ലട്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലങ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലങ് കൊടുത്തിട്ടില്ല, ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ലങ് പൂരിപ്പിക്കണം. അപ്പൊ ഇതുപോലെയും ഒരു പട്ടിക, ഒരു ടേബിളും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ ലകാരങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ലകാരങ്ങൾ എപ്പോഴും മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് പൂരിപ്പിക്കാനുള്ളത് നോക്കാം.
വസതി. വസതി ലട്ട് കൊടുത്തിട്ടുണ്ട്, ലങ് അവസതും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലോട്ട് നമുക്കറിയാം അല്ലെ, തൂ ആണ് അവസാനം വരാന്ന് പറയാം. അപ്പൊ വസതു. ഇനി ലട്ട് ക്രീഡതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലങ് കൊടുത്തിട്ടില്ല, ലോട്ട് ക്രീഡതു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലങ് എങ്ങനെയാണ്? ലങ് നമുക്കറിയാം ആ ആദ്യം അവസാനമാണ് വരേണ്ടത്. അപ്പൊ ക്രീഡതിയാണ് ലട്ട്. അപ്പൊ അതിന്റെ ലങ് എന്തായിരിക്കും? അക്രീഡത് എന്നാണ്. അപ്പൊ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 11ാമത്തെ നോക്കാം. 11ാമത്തത് അതില് വരെ എങ്ങനെയാന്ന് വെച്ചാല്, അതിന്റെ മോഡൽ എങ്ങനെ വരികയെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഒരു ഗണ്ഡിക അവിടെ തരും. ആ ഗണ്ഡിക വായിച്ചു നോക്കിയിട്ട് അവിടെ കുറച്ച് ക്വസ്റ്റ്യനുകൾ തരും. ആ ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ എഴുതാനാണ് പറയുന്നത്. ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ ടീച്ചർ പറയുന്നില്ല, കാരണം ഏത് പാരഗ്രാഫാണ് തരിക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എന്തായാലും ഒരു പാരഗ്രാഫ് തരും, അതനുസരിച്ച് അതിലെ ക്വസ്റ്റ്യനുകൾ തരും. ആ ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം നിങ്ങൾ അത് വായിച്ച് തന്നെ കണ്ടെത്തണം. അപ്പൊ ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ തന്നെ വായിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇനി നമുക്ക് 12ാമത്തെ ടീച്ചർ മോഡലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകളാണ് പറഞ്ഞു പോകുന്നത്. ഇനി 12ാമത്തെ അതുപോലെ തന്നെ പാരഗ്രാഫാണ് നേരത്തെ പറഞ്ഞത്. ഇതില് 12ാമത്തെ ഒരു പദ്യം തരും. പദ്യം ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു പദ്യമായിരിക്കും. ആ പദ്യം തരും. ആ പദ്യത്തില് അവിടെയും 4 ക്വസ്റ്റ്യൻ തരും. ആ 4 ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾ ആ പദ്യം വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്നും മനസ്സിലാകുന്ന ഉത്തരം നിങ്ങൾ അവിടെ എഴുതുകയാണ് വേണ്ടത്. അപ്പൊ അത് 11ഉം 12ഉം അങ്ങനെയാണ്. ഒന്ന് പാരഗ്രാഫ് തരും, ഒരെണ്ണം പദ്യവും തരും, അതുപോലെ അതിന്റെ ആൻസറും നമ്മൾ എഴുതണം. ഇനി അതുപോലെ തന്നെ 13ാമത്തത് നിങ്ങൾക്ക് സ്കൂളിലെ ടീച്ചർമാർ തന്നിട്ടുണ്ടാവും, ടിപ്പണി എഴുതി തന്നിട്ടുണ്ടാവും. കുറിപ്പ് അല്ലെ, കുറിപ്പ്, ടിപ്പണി എന്ന് പറഞ്ഞ കുറിപ്പാണ്. ആ കുറിപ്പ് എഴുതി തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന് 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതാണ്. സൂചനാനുസാരം വിശ്വസൗന്ദര്യം അധികൃത്യ ടിപ്പണി ലിഖിത. അപ്പൊ ആദ്യത്തെ പാഠത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് കുറിപ്പ് എഴുതാൻ വന്നിട്ടുള്ളത്. അപ്പൊ സൂചനാനുസാരം വിശ്വസൗന്ദര്യം അധികൃത്യ ടിപ്പണി ലിഖിത എന്നാണ്. ടിപ്പണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതില് സൂചന കൊടുക്കും, സൂചനകൾ തരും. ഇപ്പൊ ഒരു വിശ്വസൗന്ദര്യത്തിലത്തെ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് ടീച്ചർ പറയുന്നത്. വിശാല സുന്ദരം, നയനാനന്ദകരം, സർവചരാചരാണാം നിവാസസ്ഥാനം, നദ്യഃ മഹാചലഃ, സുഖപ്രധാനി, അരണ്യകേദാരാണി, ഇങ്ങനെയുള്ള സൂചനകളൊക്കെ അവിടെ തരും. അതനുസരിച്ചാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്? കുറിപ്പ് തയ്യാറാക്കേണ്ടത്, ഒരു ടിപ്പണി തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇനി 14ാമത്തെയാണ്. 14ാമത്തെ എന്ന് പറഞ്ഞാല് പ്രാദേശിക ഭാഷായ വിവർത്തയത. മലയാളത്തില് എഴുതാനാണ്. ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട്, സംസ്കൃതത്തിലാണ് തരിക, അത് വായിച്ചു നോക്കിയതിന് ശേഷം അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതാനാണുള്ളത്. അപ്പൊ വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മലയാളം അവിടെ എഴുതി വെക്കുക. ഓരോ സെന്റൻസ് വായിച്ചിട്ട് അതിന്റെ മലയാളം അവിടെ എഴുതി വെക്കുക. അതാണ് 14ാമത്തെ വരുന്നത്. ഇനി 15ാമത്തെ എന്ന് പറഞ്ഞാല് 15ാമത്തെ നമുക്ക് എന്താണ്? അധോദത്ത സംഭാഷണാംശാൻ പൂരയത. സംഭാഷണം എന്തായാലും വരും, കോൺവെർസേഷൻ. അപ്പൊ അത് നമ്മുടെ ഏത് പാഠഭാഗത്തു നിന്നായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇവിടെ ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാം. അവിടെ 2ാമത്തെ പാഠഭാഗത്തില് ജീവാതുരേവ ദ്രുമഹ എന്നുള്ള പാഠഭാഗത്തില് മഹിളയും കുട്ടികളും തമ്മിൽ സംസാരിക്കുന്നതുണ്ട്. അപ്പൊ അത് ചിലപ്പോ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സംഭാഷണം വരും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം 16ാമത്തെയാണ് നമ്മള് നോക്കുന്നത്. 16ാമത്തേല് പറയണത് എന്താന്ന് വെച്ചാല് ടിപ്പണി പഠിത്വ ജീവചരിതസ് സൂചന ലിഖിത എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് ആരെ കുറിച്ചാണോ തന്നിരിക്കുന്നത്, നമുക്ക് പ്രൊഫൈല് തയ്യാറാക്കാനാണ്. പ്രൊഫൈൽ തയ്യാറാക്കാൻ എന്തായാലും വരും നിങ്ങൾക്ക് കേട്ടോ.
അപ്പൊ അത് ആരെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അതിനെ കുറിച്ച് മെയിൻ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമുക്കറിയാലേ പ്രൊഫൈൽ തയ്യാറാക്കാൻ ആദ്യം എന്താണ് വേണ്ടത്? നെയിം വേണം, പിന്നെന്താണ് ബർത്ത് വേണം, പിന്നെ അതുപോലെ അവരുടെ പേരൻസിന്റെ നെയിം അല്ലെ, പിന്നെ എന്താ പറയുന്നത് പ്രസിദ്ധമായ അവരുടെ കൃതികള്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുപോലെ സംസ്കൃതത്തില് ആദ്യം നാമ, രണ്ടാമത് ജനനം, പിന്നെ പിതരൗ, പിന്നെ പ്രസിദ്ധ, പിന്നെ എന്താണ് അവരുടെ കൃതി, പിന്നെ മൃത്യു. മനസ്സിലായ? അപ്പൊ അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് നമ്മള് കൃത്യമായിട്ട് എഴുതുക, ആ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അത് ടിപ്പണി വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ വൃത്തിയായിട്ട് എഴുതാനായിട്ട്. ഇനി 17-ാമത്തെയാണ്. 17-ാമത്തെ സൂചനാനം സഹായേന ഉദാഹരണാനുസാരം വാക്യഗോപുരം പൂരയത. നിങ്ങൾക്കറിയാം വാക്യഗോപുരം എന്ന് പറഞ്ഞാല് പിരമിഡ് ആണ്. പിരമിഡ് തയ്യാറാക്കാനായിട്ട് വരും, അത് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ അവിടെ ടീച്ചർ കൊടുക്കാം, പിരമിഡിന്റെ ഒരു എക്സാമ്പിൾ ടീച്ചർ കൊടുക്കാം, അതായത് ഞാൻ വായിക്കാം. ശ്യാമ പടതി, ശ്യാമ പുസ്തകം പടതി, ശ്യാമ സംസ്കൃത പുസ്തകം പടതി, ശ്യാമ സംസ്കൃത പുസ്തകം സമ്യക് പടതി. കണ്ട? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിവിടെ കൊടുക്കാം ടീച്ചർ. അപ്പൊ അത് എന്തായാലും ഒരു വാക്യഗോപുരം വരും. അപ്പൊ വാക്യഗോപുരം എന്ന് പറഞ്ഞാല് പിരമിഡാണ്. അത് ആർക്കും അറിയാതെ പോകരുത്, അതുകൊണ്ടാണ് ടീച്ചർ വീണ്ടും വീണ്ടും പറയണത്. പിരമിഡ് എന്തായാലും തയ്യാറാക്കാനായിട്ട് വരും. നിങ്ങൾക്ക് സുഖാണ്, അവിടെ ഒരു സൂചന പോലെ അവിടെ വാക്കുകൾ കൊടുക്കും. അപ്പൊ അത് അനുസരിച്ച് നിങ്ങൾക്ക് അത് പൂരിപ്പിക്കാം. അവിടെ വാക്കുകൾ കൊടുക്കും, അതനുസരിച്ചാണ് നമുക്ക് ആ വാക്യഗോപുരം പൂർത്തീകരിക്കാൻ സാധിക്കുക. അപ്പൊ നമുക്ക് 18-ാമത്തെ നോക്കാം. വാക്യ പിരമിഡ് മാത്രമേ വരുന്നുള്ളൂ, ഇനി ഇല്ല. അപ്പൊ അത് വാക്യ പിരമിഡ് നന്നായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാവാനായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% വിജയം ഉറപ്പാണ്. നന്നായി പഠിക്കുക, ടീച്ചർ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക്, നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ അറിയാനായിട്ടാണെങ്കിൽ അത് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ടീച്ചർ ഓണത്തിന് ശേഷം അടുത്ത പാഠഭാഗമായിട്ട് വരാം. അപ്പൊ അതുവരെ ബൈ.